Hi, dears. Welcome. Shall we start a new chapter? ബുദ്ധം ശരണം ഗച്ഛാമി. കേട്ടിട്ടുണ്ടോ? ബുദ്ധൻ അങ്ങനെ ഒരാളുണ്ടായിരുന്നു. ഒരു സന്യാസിയായിരുന്നു. അങ്ങേര് സന്യാസിയായിട്ട് അങ്ങനെ അങ്ങനെ ജനിച്ചതൊന്നുമല്ല. വൺസ് ഹി വാസ് എ ചൈൽഡ്. ഹിസ് നെയിം വാസ് സിദ്ധാർത്ഥ. വളരെ വൈകി ജനിച്ചൊരു കുട്ടിയാണ്. രാജാവിന് ഒരുപാട് വയസ്സായി ഒരുപാട് വഴിപാടുകളും പൂജകളും ഒക്കെ ചെയ്തതിന് ശേഷം വയസ്സാം കാലത്ത് കിട്ടിയ ഒരു അമൂല്യ നിധിയാണ് സിദ്ധാർത്ഥൻ. വൈകി വന്ന വസന്തം കേട്ടിട്ടില്ലേ? അതെ. പക്ഷേ ആ തകിടം പറഞ്ഞു കേട്ടോ. അതുവരെ the whole palace was overwhelmed with the presence of this newborn baby. When the astrologer came and predicted this child is not going to be the king, the future king, he is going to be a saint Maharajan. മഹാരാജന്റെ ഫ്യൂസ് അപ്പൊ തന്നെ പോയി. ഈ രാജ്യഭാരമൊക്കെ തലയിൽ വെച്ചിട്ട് വേണം അദ്ദേഹത്തിന് ഒന്ന് വിശ്രമിക്കാൻ വിചാരിച്ചിട്ടിരിക്കുകയായിരുന്നു. And he thought about how can I save Siddhartha from his own destiny? വിധിയെ നമുക്ക് മാറ്റിമറിക്കാൻ പറ്റുമെന്ന് നമ്മൾ പലപ്പോഴെങ്കിലും ചിലപ്പോഴെങ്കിലും നമ്മളൊന്ന് ആലോചിക്കും അല്ലേ? അതുപോലെ ഇയാൾ ആലോചിച്ചു. അപ്പൊ അയാൾക്ക് തോന്നി സന്യാസിയൊക്കെ ആവാൻ പോവാ, മനസ്സിന് വിഷമം വന്നിങ്ങനെ തിരിച്ചടി ഠേ 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 എന്നിങ്ങനെ കിട്ടി 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 അവസാനം നമ്മൾ ചിന്തിക്കും ആരാണ് ദൈവം, എന്താണ് എനിക്കിങ്ങനെ, ആരാണ് ഞാൻ എന്നൊക്കെ ആലോചിക്കും. അങ്ങനെ അന്വേഷിച്ച് പോണതാണ് സ്പിരിച്വൽ പാത്ത് എന്നൊക്കെ പറയാം. സെൽഫ് റിയലൈസേഷൻ, അവസാനം ഞാൻ ആരാണ് എന്നുള്ളതൊക്കെ കണ്ടെത്തുന്നതാണ്. ഇവന് ദുഃഖം കൊടുക്കാണ്ടിരുന്ന പോരെ? എല്ലാ ലക്ഷറിയും കൊടുത്ത് ഇങ്ങനെ ലാവിഷായിട്ട് ജീവിക്കാൻ എനിക്ക് കുഴപ്പമില്ലല്ലോ. രാജാവ് ആലോചിച്ചു. But he provided all the luxuries in front of him. And you see, my dears, Siddhartha was not allowed to go out. He was not permitted to go out. അതെന്താ? അവൻ പുറത്തുനിന്ന് എങ്ങാനും വല്ലതും കണ്ടിട്ട് അവൻ ചിന്തിച്ച് ഉള്ളിലേക്ക് പോയാലോ എന്ന് വിചാരിച്ചിട്ട് പുറത്തേക്ക് പോലും ആ കുട്ടീനെ വിട്ടില്ല. പക്ഷേ കാര്യങ്ങൾ നടക്കേണ്ടതൊക്കെ കൃത്യസമയത്ത് നടക്കും. നോക്കാം. ആൻഡ് യു നോ, he wandered for 7 years. 7 വർഷമാണ്. After that, he stood under a peepal tree and he took an oath. Okay, I'm not going anywhere until I get enlightenment. And he sat under that, started his meditation, tapa, and all. And at last, after 7 days, he got enlightened. എന്താ ഈ എൻലൈറ്റൻമെന്റ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? കുറച്ച് എന്താ പറയാ, കുറച്ചൊരു ഹെവി വേർഡാണ് എൻലൈറ്റൻമെന്റ്. ലൈറ്റ് ഉണ്ട് അതില്. എനിക്കറിയില്ല, കാരണം എനിക്കതായിട്ടില്ല, ഞാനത് അനുഭവിച്ചിട്ടില്ല. പക്ഷെ അനുഭവിച്ചവരുടെയൊക്കെ ഒരു രേഖപ്പെടുത്തൽ പറയണത് ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല, എന്നാലും നമുക്ക് സാധാരണക്കാർക്ക് മനസ്സിലാവാനായിട്ട് ഇറ്റ് ഇസ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് വേർ എ ഹ്യൂമൻ ബീങ് അണ്ടർസ്റ്റാൻഡ്സ് ഹിസ് ഒറിജിൻ. മൂപ്പരാളുടെ കാഴ്ച നമ്മൾ കാണുന്ന കാഴ്ചകളല്ല. മൂപ്പരാളുടെ പെർസെപ്ഷൻ നമ്മുടെ പെർസെപ്ഷൻസേ അല്ല. അതൊരു ലെവലാണ്. ആൻഡ് ഹി ഗെറ്റ്സ് സിദ്ധീസ് ഓൾസോ. കുറെ കഴിവുകൾ കിട്ടും. പക്ഷെ ആ ഒരു തലത്തിൽ എത്തിയ ആൾക്ക് അതൊന്നും വേണ്ടാത്ത രീതിയിൽ ഉപയോഗിക്കാൻ തോന്നില്ല എന്നാണ് പറയുന്നത്. അവരത് ഉപയോഗിക്കേണ്ടില്ല, പക്ഷെ ഇനി പദവ ഉപയോഗിക്കണമെന്ന് തോന്നിയാലും വളരെ വേണ്ട സമയത്ത് അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആൾക്കാർക്ക് മാത്രമേ അത് ചെയ്തു കൊടുക്കുള്ളൂ.
and they know the past, present and future. അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയാണ്. And he got that ability within 7 days. And he gave a name for the tree, pipil tree, Bodhi, the tree of wisdom. അതിന്റെ അടിയിൽ ഇരുന്നിട്ടല്ലേ സാധാരണ the pipil tree produces tremendous oxygen and it is very helpful for the activation of the brain. It is said like. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ അദ്ദേഹം the tree of wisdom, Bodhi means the tree of wisdom, and he became known as Bodhidharma, Buddha. Understood? പിന്നെ അവിടുന്ന് അങ്ങോട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താ പറയണത്? വായ തോന്നിയതല്ല പറയണത്. അദ്ദേഹം അറിഞ്ഞ അനുഭവിച്ച കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് കേൾക്കാൻ ഇഷ്ടംപോലെ ആളുകളുണ്ട്. അങ്ങനെ പറയുന്നതിനാണ് നമ്മൾ ഡിസ്കോഴ്സ് എന്ന് പറയാ. ഡിസ്കോഴ്സ് അതായത് സ്പിരിച്വലി എന്താ പറയാ, വളരെ ഉയർന്ന തലത്തിലുള്ള നോളജ് നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിന് ആവശ്യം വേണ്ട, എന്നാൽ ആത്മീയതയിൽ പോയിന്റ് ചെയ്ത് നിൽക്കുന്ന നോളജ്. അപ്പൊ അതൊക്കെ ഇങ്ങനെ ആൾക്കാരിങ്ങനെ കണ്ടു വീഴ്ച ഇങ്ങനെ കേട്ടിരിക്കുകയാണ്. എവിടെ? ഗംഗയുടെ തീരത്ത്, ബനാറസിൽ. അതുകൊണ്ടാണ് നമ്മുടെ ടൈറ്റിൽ വന്നത് എന്ത്? ദ സെർമൺ അറ്റ് ബനാറസ്. സെർമൺ എന്ന് പറഞ്ഞാല് എ ഡിസ്കോഴ്സ്, എ സ്പിരിച്വൽ ടോക്ക്. ആത്മീയമായ, ആത്മീയത എന്ന് പറഞ്ഞാൽ ഹരേ രാമകൃഷ്ണ ഒന്നും അല്ല. നമ്മുടെ ഈ ജീവിതം തന്നെയാണ് ആത്മീയത. നല്ലൊരു ജീവിതം നയിക്കാൻ കുറച്ച് കാര്യങ്ങൾ ആവശ്യമുണ്ടല്ലേ? അതറിയുന്നതാണ് ആത്മീയത. ആത്മാവിനെ കുറിച്ച് അറിയുന്നത് ആത്മീയത. ഈ ആത്മാവില്ലാണ്ട് ഈ ബോഡി ഉണ്ടോ? ഇല്ലല്ലോ. അപ്പൊ നമ്മളൊക്കെ അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പൊ അതിങ്ങനെ മുരാളിങ്ങനെ ആ ഗംഗയുടെ ഒഴുക്കിങ്ങനെ ആസ്വദിച്ച് ആൾക്കാർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന നേരത്ത് ഒരു സംഭവം ഉണ്ടായി. One thing happened. What is that? That is a question. And we are going to know something more about him. When he was at 12, he was sent out for schooling. നമ്മുടെ നാട്ടില് അന്നത്തെ കാലത്ത് കേട്ടോ, നമ്മുടെ നാട്ടില് for the state school, what's the age for getting admission in a state school? I think 5 or 6. CBSE 3.5. And you see, Siddhartha went out for schooling at the age of 12. And after 4 years, so 12, 13, 14, 15, 16. 16 years, he got married. Oh, എന്തൊരു കഷ്ടല്ലേ? Yes. But that time was like that. So young. He was not even matured even to manage himself. കല്യാണമൊക്കെ കഴിച്ചു, അടിച്ചു പൊളിച്ച് 2 പാലസ് ഒക്കെ കെട്ടിക്കൊടുത്തു എന്നാ പറയണത്. അതൊന്നും നമ്മുടെ ടെക്സ്റ്റിലില്ല. അപ്പൊ അവിടെ മടുത്താ ഇങ്ങോട്ട് വരിക. പിന്നെ ഒരു ഡാൻസ് ഒക്കെ ഉണ്ടാവും, നർത്തകികൾ ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടാവും, ഇഷ്ടമുള്ള ഭക്ഷണം, അടിപൊളി. പക്ഷെ ഈ പയ്യന് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തിറങ്ങണം എന്നൊരാഗ്രഹം. ആൻഡ് ആഫ്റ്റർ ഫ്യൂ ഇയേഴ്സ് he was also blessed with a baby boy and his name was Rahula. One day, chief minister money അടിച്ച് he came out from the palace. അടിപൊളി. കൊട്ടാരത്തിൽ നിന്ന് പുറത്തു വന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. കൊട്ടാരത്തിൽ നിന്ന് പുറത്തു വന്നിട്ട് 4 കാഴ്ചകൾ മൂപ്പരാൾ കാണുകയാണ്. 4 കാഴ്ച. Those 4 sights completely changed the Siddhartha. You know, which all are those 4 sights? ആദ്യം കണ്ടതന്നെ ഒരു sick man. Sick.
ഇവൻ ഇതുവരെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. സിദ്ധാർത്ഥ ഉടനെ മന്ത്രിയോട് ചോദിക്കുകയാണ്, ഇതെന്താ ഇയാള് കാണിക്കണേ, ഇയാൾക്ക് എന്താ പറ്റി? അപ്പൊ മന്ത്രി വളരെ ഹംബിൾ ആയിട്ട് പറഞ്ഞു, യുവർ മെജസ്റ്റി, ഹീസ് എ സിക്ക് മാൻ. വാട്ട് യു മീൻ ബൈ സിക്ക്? Sick, if we have a body, definitely it will be affected by disease. Will it affect me, my body? Of course, sure. പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പക്ഷെ പറഞ്ഞേ പറ്റുള്ളൂ, റിയാലിറ്റി അല്ലേ. അപ്പൊ എനിക്കും ഈ ഒരു അവസ്ഥ വരുമല്ലേ. നെക്സ്റ്റ് സൈറ്റ്, ആൻ ഏജ്ഡ് മാൻ. വയസ്സായി, മേലൊക്കെ ഇങ്ങനെ ചുക്കി ചുളിഞ്ഞ് ഒന്നിനും പറ്റാത്തൊരവസ്ഥയാണതല്ലേ. ഏന്തി വലിഞ്ഞ് ഇങ്ങനെ വരുന്ന കണ്ടപ്പോ സിദ്ധാർത്ഥന്റെ കണ്ണ് മഞ്ഞളിച്ചു പോയി. What happened to him? Your Majesty, he is very old. That is a part of the life. At last we come to this state. ഇത് എനിക്കും വരുമോ? തീർച്ചയായിട്ടും. അങ്ങനെ വിഷമിച്ചിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോണ്ട് ഒരു ആഘോഷം, ഒരു പ്രൊസഷൻ, ആഘോഷമല്ല, ഒരു ഒരു യാത്ര, കുറച്ച് ആൾക്കാരൊക്കെ കൂടിയിട്ട് ഇങ്ങനെ ഒരു ഘോഷയാത്ര പോലെ. പക്ഷെ അവിടെ ആഘോഷങ്ങളൊന്നുമില്ല, വളരെ മൂടിയാണ് എല്ലാവരും, കംപ്ലീറ്റ് സൈലൻസ്. അതിങ്ങനെ പോയോണ്ടിരിക്കാൻ മുന്നിൽ കൂടെ. And he saw one dead body there. It was carried by some people and it is taking away for the cremation. അപ്പൊ ഇവൻ ചോദിച്ചു, അതെന്താ? Your Majesty, that is a dead body. Dead body? Of course. Death is the end of all the life. Death? അത് എനിക്ക് വരുമോ? തീർച്ചയായിട്ടും വരും. അങ്ങനെ ആകെ തകർന്നുടഞ്ഞ് അവസാനം വൈകുന്നേരം ആയ സമയത്ത് ഇങ്ങനെ എങ്ങനെയെങ്കിലും പാലസിൽ പോവാന്ന് വിചാരിച്ചിങ്ങനെ നടക്കുമ്പോണ്ട് the last sight, the fourth sight, a monk was begging. മോങ്ക് എന്ന് പറയുമ്പോ എന്താണ്? സന്യാസി അല്ലെ, ശ്രേഷ്ഠനായ ഒരാളാണ്. ഈശ്വരനെ മാത്രം വിചാരിച്ച് അതിൽ ലയിക്കണം എന്നുള്ള ആ ഒരു ത്വരയിൽ, ആ ഒരു അന്വേഷണത്തിൽ ജീവിക്കുന്ന ആളാണ്. He sacrificed his whole life for God, for getting God. അങ്ങനെയുള്ള ഒരാളുണ്ട് ഭിക്ഷ യാചിക്കണം. Begging alms. അമ്മാ, അയ്യാ. If God is there, definitely he has to protect his own people, right? That should be the first target of the God. But there was no God to save his own people. And his condition is worse. അതുകൂടായപ്പോ തൃപ്തിയായി. And he started thinking about, who is God? Does the God exist? Is it an outside or inner, inner, inside the body? Where is it? Any shape or size? No idea. അപ്പൊ ഇതൊക്കെയാണ് കുരുക്കുകൾ എന്ന് മനസ്സിലായി. ഈ കുരുക്കിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ ഏതൊക്കെയാണ് കുരുക്ക്? സിക്ക് ഉണ്ട്, ഓൾഡ് ഏജ്, യെസ്, എല്ലാം എന്നെ ബാധിക്കുമോ? എനിക്ക് നാളെ ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുമോ? അമ്മ അയ്യ എന്നുള്ളൊരു അവസ്ഥ വരുമോ? ആൻഡ് he
വാസ് കംപ്ലീറ്റ്ലി ഡിസ്റ്റർബ്ഡ്. ഒന്നും പറയണ്ട. ആരും കാണാതെ ഇയാളെ പുറത്തേക്ക് കൊണ്ടുവന്നതാണ് ചീഫ് മിനിസ്റ്റർ. അയാൾക്ക് തോന്നി, എന്റെ ഭഗവാനെ, ഏത് നേരത്താണാവോ ഇയാളെയായിട്ട് പുറത്തേക്ക് ഇറങ്ങേണ്ടി വന്നേ. കാരണം അന്നു മുതൽ അങ്ങോട്ട് പിന്നെ ബുദ്ധൻ he was experiencing the silence. Okay?